നമസ്കാരം. AK റൈഡർ 70 ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പൈലറ്റ് ലൈറ്റ് കമ്പനി ബൾബ് മാറ്റിയിട്ട് LED ആക്കുന്നത്, പിന്നെ ഇതിൽ ഷെയ്ഡെന്ന് പറയും. പിന്നെ ഇത് കമ്പനി പറയുന്നത് കമ്പനിയിൽ ഇറക്കുമ്പോഴത്തേക്ക് ഇത് ക്ലാസിക്കലേ ഇത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റായിട്ട് ഇതിൻ്റെ ഷെയ്ഡ് വാങ്ങിച്ച് വയ്ക്കേണ്ടി വരും. ഇത് നമ്മുടെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ ഇവിടെ മേളിലായിട്ട് ഇതിനെ ഫിറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ബൾബ് LED ബൾബ് പാർക്കിങ്ങിൻ്റെ ഇത് ഇത്രയാണ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇതിൻ്റെ 2 സ്ക്രൂ ഇളകുക. ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രം മതി ഇത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഇതിൻ്റെ സ്ക്രൂ ഞാൻ ഇളക്കിയെടുത്തിട്ട് ഇതിൽ നമ്മൾ കമ്പനി ബൾബ് ഇളക്കിയിട്ട് നമ്മൾ ഈ ബൾബ് ഫിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും നമ്മൾ ഇളക്കിയെടുത്ത് പുറത്ത് ഇതിനെ വെളിയിലോട്ടെടുത്തിട്ട് ഈ റബ്ബർ, ഈ കാണുന്ന റബ്ബറിനെ പതുക്കെ മേളിലോട്ട് ഇങ്ങനെ സൈഡിലോട്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഗ്ലാസ് ഈ കവറിന് ഇളകി വരും. അപ്പോൾ നമ്മൾ ബൾബ് അതുപോലെ തന്നെ ബൾബ് നമ്മൾ തിരിച്ച് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഉരിയങ്ങെടുക്കുക. എന്നിട്ട് നമുക്ക് LED ബൾബ് ഇത് നമുക്ക് ഫിറ്റ് ചെയ്യാം. കത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇളക്കി ഇതിനെ മാറ്റിയിട്ട് നമുക്കിത് ഇളക്കിയിട്ട് അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഇത് ചെറിയൊരു വെട്ടുണ്ട്. ഈ വെട്ട് കണ്ട് ഇതിനകത്ത് ഇതായിട്ട് ഷേപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് പതുക്കെ മേളിലോട്ടാക്കിയിട്ട് നമുക്കിതിനെ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് കറക്റ്റ് സെറ്റിംഗ് ആയിട്ട് ഇത് വരും. ഇത് തിരിച്ച് ഇതിനെ അതുപോലെ താത്ത് വെച്ച് നമുക്ക് ഇതിനെ ഫിറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കിതിനെ ടൈറ്റ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് കുറച്ച് വെളിയിലോട്ട് എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ കറക്കി വയ്ക്കാവുന്നേ ഉള്ളൂ. അത് രണ്ടും നമ്മൾ കത്തുന്നുണ്ട്. സെയിം തന്നെയാണ്. ഇപ്പോൾ രണ്ടും കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കൈകൊണ്ട് നമ്മൾ റബ്ബറിനെ ഇങ്ങനെ മടക്കി ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ അങ്ങിട്ട് കൊടുക്കുക. കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കണം കേട്ടോ. ചിലവരിതിൽ ഫെവിക്കോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം ഇട്ട് ഒട്ടിച്ച് ഫിക്സ് ചെയ്ത് വയ്ക്കും. വെള്ളം കയറാതിരിക്കും. ഇത് വെള്ളം കയറില്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ റബ്ബർ ബീഡിങ് നല്ല ടൈറ്റാണ്. അപ്പോൾ ഇതിനകത്ത് വെള്ളം കയറാൻ ഏതൊരു സാധ്യതയില്ല. അപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും കൊണ്ട് ഇതിനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കയറാത്ത രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ബൾബ് എന്തെങ്കിലും ഫീസ് ആകുമ്പോഴത്തേക്ക് പിന്നെ ഇതിനെ നമുക്ക് മുറിച്ച് എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ ഹോൾഡറിൻ്റെ സെറ്റോടെ നമുക്ക് വീണ്ടും വാങ്ങേണ്ടി വരും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അനാബോണ്ടോ അങ്ങനത്തെ ഒരു സാധനം വെച്ച് ഒട്ടിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫീസാകുമ്പോൾ ഇളക്കുമ്പോൾ എല്ലാം നമ്മൾ വലിച്ച് മുറിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു കാരണവശാലും വെള്ളം കയറത്തില്ല. അതുകൊണ്ട് ആരും പേടിക്കണ്ട.
വെള്ളം കയറാത്ത രീതിയിലാണ് അതിൻ്റെ ആ വീഡിങ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവുന്നതാണ്. അപ്പോൾ അത് ഓക്കെ. അടുത്ത നമ്മൾ ഇളക്കാണ്ട് ഇതിനെ ഇളക്കിയിട്ട് ഇതിൻ്റെ ഷെയ്ഡ് വയ്ക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇൻഡിക്കേറ്റർ ബൾബ് നമുക്ക് ചേഞ്ച് ചെയ്യണം. LED അത് ഇപ്പോഴില്ല, അതിന് പ്രത്യേകിച്ച് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ബൾബും മാറ്റിയിട്ട് നമ്മളിതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അതൊരു വീഡിയോ ആയിട്ട് ഇതിനെ ചെയ്താൽ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ തിരിച്ച് രണ്ടായിട്ട് തിരിച്ച് മാറി വയറിനെ കട്ട് ചെയ്യാതെ തന്നെ ഊരി എടുത്തിട്ട് ഇളക്കി എടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ടി ഒരു ഇൻഡിക്കേറ്ററുണ്ട്. രണ്ടും ഇൻഡിക്കേറ്റർ കാണാൻ പറ്റുന്നില്ല. കാണുന്നുണ്ട്. ഈ സൈഡിലെ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഇളക്കിയെടുത്ത് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി അത് പറഞ്ഞ് ചെയ്യണം, വേറൊരു വീഡിയോയിൽ. അപ്പോൾ നമുക്ക് ആദ്യം പിന്നെ രണ്ടാമത് നമുക്കിതിനെ ഇളക്കി, ഇത് ആൻറ്റി ക്ലോസ് വഴി നമുക്ക് ഇതിനെ തിരിച്ചൊരു 3-4 പ്രാവശ്യം നമ്മൾ തിരിച്ച് കറക്കുമ്പോഴത്തേക്ക് ഇത് ഇനി ഊരി വരും. ഊരി വന്നതിന് ശേഷം നമുക്ക് ഈ പാർക്കിൻ്റെത് ഇളക്കി ഇതിൻ്റെ ഹോൾഡറും പതുക്കെ ബാക്കിലോട്ട് പിടിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് പതുക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളകി മാറി വരും. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റാം. ഇത് ഈ ബൾബ് മാറ്റിയിട്ടിട്ട് നമുക്കതിനെ മാറ്റിയിടാം. ഇത് പല കളറും ഉണ്ട്. നമുക്ക് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ വാങ്ങിക്കാൻ കിട്ടും. ഇത് കമ്പനി ഇത് മാറ്റിയിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ അങ്ങ് ഫിറ്റ് ചെയ്യുന്നു. നമുക്ക് ഈ സ്പീഡോ മീറ്ററിൻ്റെ ഈ LED ബൾബ് ആക്കണം. അപ്പോൾ അതിന് ഇതാ മീറ്ററിൻ്റെ ഈ സൈഡിലായിട്ട് തന്നെ കാണുന്നുണ്ട്, ഇതായിട്ട് വരുന്നുണ്ട്. ഇതിനെ നമ്മൾ പതുക്കെ താഴോട്ട് വലിച്ചെടുക്കുമ്പോൾ ഇത് നേരെ ഇഞ്ഞ് വരുന്നുണ്ട് സ്പീഡോ മീറ്ററിൻ്റെത്. എന്നിട്ട് അതിനെ നമ്മൾ ജസ്റ്റ് ഇഞ്ഞ് വലിച്ചിഞ്ഞെടുത്താൽ മതി. കറക്കണ്ട, ജസ്റ്റ് ഇഞ്ഞ് ഇളക്കി ഇഞ്ഞെടുത്താൽ മതി. അതേപോലെ തന്നെ തിരിച്ച് കൊടുത്താൽ മതി, കറക്കി കൊടുക്കാം. ഇത് വൈറ്റാണ്. തൽക്കാലം എനിക്ക് വൈറ്റ് വേണമെങ്കിലും വൈറ്റ് ഇടാം. പക്ഷേ ഞാനിപ്പോൾ പച്ച ഇടാനുള്ള തീരുമാനമാണ്. പച്ച ലൈറ്റ് പച്ച ഇട്ട് നോക്കാം. ഇതാ രാത്രി ആകുമ്പോഴത്തേക്ക് പച്ച ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു ഷൈനിങ്, ഒരു നന്നായിട്ട് കാണാം. നമുക്ക് മീറ്ററൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, കമ്പനി ബൾബിനെ കാട്ടും. അപ്പോൾ ഇനി നമുക്കിത് ഇളക്കി എടുക്കുമ്പോഴത്തേക്ക് നേരെ ഇടണം. എത്തുന്നില്ലെങ്കിൽ ഇത് തിരിച്ച് ഇട്ട് നോക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ മേളിലോട്ട് ഇറങ്ങി വരും. അപ്പോൾ പകലായേണ്ടത് പെട്ടെന്ന് നമുക്ക് രാത്രി. അടുത്ത് നമ്മൾ ഇതിന് നമ്മൾ ഷെയ്ഡ്, ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഇടാം. ഇത് ഇടണമെങ്കിൽ ഇടുമ്പോൾ ഇവിടെ 2 സ്പ്രിങ്, ഇവിടെ ഒരു സ്പ്രിങ്, ഇവിടെ ഒരു സ്പ്രിങ് വരും. ആ സ്പ്രിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേപോലെ W മോഡലിലുള്ള സ്പ്രിങ്ങാണ്. ഈ സ്പ്രിങ് ഇതേ രീതിയിൽ നമുക്കിതിനെ ഇതിൽ അടുപ്പിച്ച് നമുക്ക് ഇടണം. അപ്പോൾ ഇത് 2 എണ്ണം ഇളക്കിയതിന് ശേഷം ഇത് മെല്ലെ അകത്തോട്ട് പ്രസ് ചെയ്യുക. നമ്മളിതെല്ലാം വലിച്ചിളക്കണ്ട. ചില വീഡിയോയിലൊക്കെ പറയാറുണ്ട് ഇത് മൊത്തത്തിൽ വലിച്ചിളക്കി ഈ ഡൂമിനെ നമ്മൾ പ്രത്യേകം ഇളക്കിയതിന് ശേഷം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് ഇടുന്നത്. ഇത് ശ്രദ്ധിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ കണ്ണിൽ തെറിക്കാനും വഴിയുണ്ട്. ഇത് ഇങ്ങനെ ജമ്പ് ചെയ്ത് നേരെ മേളിലോട്ട് ജമ്പ് ചെയ്ത് ഇഞ്ഞ് പോരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ ഇതിനെ ഈ സ്പ്രിങ് വല്ലതും ഉണ്ടെങ്കിൽ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമുക്ക് ബാക്കിലോട്ട് നീക്കിയിട്ട് ഇത് 2 എണ്ണം ഇളക്കിയിട്ട് നമുക്കിടാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതിനെ നമ്മൾ മെല്ലെ അകത്തോട്ട് ഇതിനെ പ്രസ് ചെയ്യുക. മെല്ലെ അകത്തോട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഇത് നമുക്ക് ഇതിനകത്തുകൂടെ ഇതാ ഇങ്ങനെ കയറ്റിയിടാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഇതാണ്. നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം
ഇത് ഇങ്ങനെ അങ്ങിടാം. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ലെവൽ കറക്റ്റ് സെൻറ്റർ വരത്തക്ക രീതിയിൽ ഇത് നമുക്ക് കൈകൊണ്ട് ഇങ്ങോട്ടോ കറക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഇത് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം നേരെ ഗ്ലാസ്സിൽ വീഴാതിരിക്കാനും പിന്നെ നേരെ ഫോക്കസ് നേരെ സ്ട്രൈറ്റായിട്ട് നമുക്ക് നമ്മൾ താഴോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്പ്ലിറ്റ് ആവാത്ത രീതിയിൽ ഈ വെട്ടം പ്രകാശം വരുന്നതിനൊക്കെ ഉപകാരപ്പെടും എന്നുള്ളതാണ് പറയുന്നത്. അനുഭവവും അത് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. സ്ട്രൈറ്റായിട്ട് നമ്മൾ കറക്റ്റ് ഇത് എൻ്റെ ഒരു സുഹൃത്ത് ഇതിനെ പറഞ്ഞു, ഒരു ഷെയ്ഡ് വാങ്ങിച്ചു വെച്ച് അതൊന്ന് ഇട്ട് തരുമോ എന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കക്ഷി ചോദിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അത് കണ്ടിട്ട് പലവർക്കും ഉപകാരപ്പെടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് നമ്മൾ വാഹനം എടുക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിനെ ആശ്രയിക്കേണ്ട ഒരു കണ്ടീഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതല്ലാതെ തന്നെ നമുക്ക് തന്നെ ഇത് ഇങ്ങനെ ചെയ്ത് നിസ്സാര കേസാണ് ഈ ബൾബ് മാറ്റുന്നതും ഇതെല്ലാം കൂടെ നമ്മൾ വെളിയിൽ കൊടുക്കണമെങ്കിൽ ഒരു 200-250 രൂപ എന്തായിരുന്നാലും വാങ്ങും. അപ്പോൾ നമ്മളെ സമയത്തിൻ്റെത് എല്ലാ വീഡിയോയും പറയും പോലെ നമ്മളീ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് തന്നെ ചെയ്യാം. എല്ലാം നമ്മളെ ഭായിമാർക്കൊക്കെ അതൊരു ഉപകാരം ആവും എന്നുള്ളതാണ്. തിരിച്ച് നമ്മൾ ഇതിനെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. നമ്മുടെ പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ കുറച്ച് ഞാനിതിപ്പം BS3യുടെ ഓൺ ഓഫ് സ്വിച്ചാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ വണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് തൽക്കാലം അത്യാവശ്യം നമുക്ക് ഇതിൻ്റെ രണ്ട് വയറൊക്കെ മാറ്റി കൊടുക്കണം. ഇതിപ്പം നിയമവിരുദ്ധമാണോ എന്നറിയില്ല, അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ചെയ്യുന്നില്ല ഇപ്പോൾ തൽക്കാലം. അത് തിരക്കിയിട്ട് ചെയ്യാമെന്ന് കരുതിയാണ്. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് BS4ൻ്റെ മാറ്റി BS3യുടെ വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് വയറൊന്നും കട്ട് ചെയ്യാതെ, അതാണ് ഈ കാണുന്ന വയറൊക്കെ ഇവിടെ നിന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് തിരിച്ച് വേണമെങ്കിലും കൊടുക്കാം. തിരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ വെളിയിലാവും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ബ്രൈറ്റ് ആണെങ്കിൽ ബ്രൈറ്റേ കിട്ടത്തുള്ളൂ, ഡിമ്മ് കിട്ടില്ല എന്നുള്ള പ്രയാസമേ ഉള്ളൂ. നമ്മൾ സ്വിച്ച് ഇടുമ്പോഴേ കത്തുള്ളൂ. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. അത് സ്റ്റാർട്ട് ചെയ്താലേ കാണുള്ളൂ. അപ്പോൾ നമുക്ക് അത് ഇങ്ങനെ നമുക്ക് ഇട്ടാൽ മതി. ഇട്ട് കഴിഞ്ഞാൽ ഒരു പിന്ന് വെളിയിൽ വരും. ഈ പിന്ന് കറക്കി നേരെ തിരിച്ചിടുമ്പോഴത്തേക്ക് ഈ രണ്ട് ഇതിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ മാത്രമേ കത്തുള്ളൂ. തൽക്കാലത്തേക്ക് ശാന്തി. നമ്മൾ രാത്രിയൊക്കെ നമ്മൾ വണ്ടി ഓടുമ്പോഴത്തേക്ക് അത് അത്യാവശ്യമാണ്. നമുക്ക് അതിൻ്റേത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം അത് സ്വിച്ച് മാറ്റി വയ്ക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ട് നമുക്ക് തിരിച്ച് ഇതിനെ ലൂസ് ചെയ്തിട്ടുണ്ട്. നേരെ അകത്തോട്ടാക്കിയിട്ട് കറക്റ്റായിട്ട് ഇതിനെ നമുക്ക് മുടിക്കുക വയ്ക്കാം. പക്ഷേ അത് നമ്മൾ ഈ ക്ലിപ്പ് ഇടുന്നുമ്പോൾ ഈ ക്ലിപ്പ് ഷെയ്ഡ് ഇട്ടിട്ട് നമുക്കിനി ക്ലിപ്പ് ഇടണം. സോറി, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഇത് ഈ വരുന്ന വെട്ട് ഇവിടെ ഒരു മാർക്ക് കാണുന്നുണ്ട്, അടയാളം. അത് നേരെ ഇവിടെ വരെയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ചേർന്ന് ഈ ക്ലിപ്പ് ഇടാൻ പാടില്ല, ഇങ്ങനെ ചേർന്നിടാൻ പാടില്ല. ചേർന്നിട്ട് കഴിഞ്ഞാൽ നമ്മളിത് അടയ്ക്കുമ്പോഴത്തേക്ക് ഇത് നേരെ കറക്റ്റായിട്ട് അടയില്ല, പ്രയാസമായിരിക്കും. ഇത് വെളിയിൽ വരും പകുതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇങ്ങനെയാണ് ഇടാനുള്ളത്. ഇത് അതേപോലെ ഇതിൻ്റെ ഒരു ഭാഗം ആദ്യം നമ്മൾ അകത്ത് ആക്കിയതിന് ശേഷം കൈ കൊണ്ടോ സ്ക്രൂ ഡ്രൈവർ കൊണ്ടോ, ഇത് നല്ല ടെമ്പറാണ്, സൂക്ഷിച്ചാണ് ഇതിടാനുള്ളത്. കൈ കൊണ്ട് വേണമെങ്കിലും പ്രസ് ചെയ്ത് ഇടാം. പക്ഷേ കൈ നല്ലതായിട്ട് നമ്മൾ വേദന വരും. അത് സാരമില്ല, നമ്മളെ വണ്ടിക്ക് നേരെ ഇരിക്കണമെങ്കിൽ കാലം വേദനയൊക്കെ സഹിക്കാമല്ലോ, നന്നേ പറ്റൂ. അതുപോലെ തന്നെ നമുക്കിതും അകത്ത് കയറ്റിയിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഇടാവുന്നതേ ഉള്ളൂ.
ഇത്രയും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കണം. തീർച്ചയായിട്ടും അത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മൾ നോക്കുന്നുണ്ട്. തീർച്ചയായും ചെയ്യും. പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്ന എൻ്റെ ഭായിമാർ, സുഹൃത്തുക്കൾ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഭായിമാർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു.